blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ദൈവമേ, ഞങ്ങൾ ചേർന്ന് കൊല്ലത്ത് നിന്നുള്ള മേഴ്സി ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് ജോയ്, കർത്താവെ, എല്ലാ മദ്യപാനത്തിൽ നിന്നും പരിപൂർണമായി വിമോചിതനാകുവാനായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. മക്കൾ ജോയ്സിക്കും ജാൻസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, മാതാപിതാക്കൾക്ക് നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളായി ഏറ്റവും സൽസ്വഭാവികളായി വളരുവാൻ അങ്ങിടയാക്കണമേ. സമാധാന നിർഭരമായൊരു ജീവിതം കർത്താവ് ഈ കുടുംബത്തിന് ഒന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എരൂരിൽ നിന്നുള്ള ഓമനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങളും കർത്താവ് സൗഖ്യമാക്കി ആരോഗ്യവതിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുവാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ കലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ കർത്താവെ അങ്ങ് മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള പെൺമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കവിതയെയും ബിന്ദുവിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആ കുടുംബങ്ങളെ കർത്താവ് നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. സഹോദരിയുടെ പേര് സ്മിത എന്നാണ്. കുഞ്ഞിൻ്റെ പേര് ജോഷുവ. ഇവർ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ ഈ കുഞ്ഞിന് പനി വന്നിരുന്നു. ഏതാണ്ട് 9 ദിവസത്തോളം ഇവരുടെ ഫാമിലി ഡോക്ടർ ഈ കുഞ്ഞിനെ ചികിത്സിക്കുമ്പോഴും കുഞ്ഞിന് ടെമ്പറേച്ചർ 103, 102 ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ഒരിക്കലും കുറവ് വന്നില്ല. കാരണം ഡോക്ടർ തന്നെ പറഞ്ഞത് ടൈഫോയിഡിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈഫോയിഡിന് ചികിത്സിക്കാൻ തുടങ്ങി. എന്നിട്ടും ഒട്ടും ഭേദം വരാതിരുന്നപ്പോൾ ഇവർ വേറൊരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റി. അവിടെ 3 ദിവസം ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടേഴ്സ് പല ഡയഗ്നോസ് ചെയ്തു. ഈ സഹോദരി പറഞ്ഞാൽ ഡെങ്കിപ്പനിക്ക് ചെയ്തു, മലേറിയക്ക് ഡയഗ്നോസ് ചെയ്തു, ടൈഫോയിഡ് ചെയ്തു. പക്ഷേ ഒന്നിൽ പോലും ഇതെന്താണ് രോഗമെന്ന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് കണ്ടുപിടിച്ചില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി നമ്മുടെ TP കുര്യൻ അങ്കിളുടെ മകളാണ്. ഉടനെ അങ്കിള് ഇവിടെ വന്നിട്ട് ഡാമിയൻ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞു. ഡാമിയൻ ബ്രദർ ഫോണിലൂടെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത അത്ഭുതം എന്നുള്ളത് ഈ സഹോദരി പറഞ്ഞ് പ്രാർത്ഥിച്ച അന്ന് വൈകുന്നേരം മുതൽ 103 നിന്ന് കുറയാതിരുന്ന ടെമ്പറേച്ചർ നോർമൽ ആകാൻ തുടങ്ങി. ഇത് ഡോക്ടേഴ്സിന് വലിയൊരു അത്ഭുതമായി. പിറ്റേ ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ പ്യുവറായിട്ടും നോർമലായി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇത് ഒരു ഡയഗ്നോസിലൂടെയും തെളിയാതിരുന്ന രോഗം ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട, കിടത്തണ്ട എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തോടെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം മരുന്നില്ല, ജസ്റ്റ് ഡോക്ടർക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി. കർത്താവ് പൂർണ്ണമായിട്ടും ഈ കുഞ്ഞിനെ അന്ന് സൗഖ്യമാക്കി. ആമേൻ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ കർത്താവ്
ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ എത്ര നാളായി സൗഖ്യം കിട്ടിയിട്ട്? നവംബറിലായിരുന്നു. നവംബർ. ഇപ്പൊ ഡിസംബർ. ഇതിനോടകം പിന്നെ പനി വന്നിട്ടില്ല? ഒന്നും വന്നിട്ടില്ല. ഒരു പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇനി പനി വരികയാണെങ്കിൽ രണ്ടാമത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ആയില്ല. He was fine. Oh, praise God. Hallelujah. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവെ, കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി നന്ദി. അങ്ങയുടെ വലിയ നാമം ഇവരിലൂടെ മഹത്വം എടുക്കട്ടെ. ഈ മകളും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. In each one of us we have some weaknesses or other. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നൊരു കാര്യത്തിൽ നമ്മൾ ബലഹീനരാണ്. പക്ഷേ God is not going to throw away because of your weakness. നിങ്ങൾക്ക് ആ ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിന്നെ ഒരിക്കലും വലിച്ചെറിഞ്ഞ് കളയുകയില്ല. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? Because one day Jesus said, ഒരിക്കൽ യേശു പറഞ്ഞു, I will never leave you. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. I will never forsake you. ഒരു നാൾ നിന്നെ മറന്നു കളയുകയില്ല. He is God. അവൻ ദൈവമാണ്. He is not a man. അവനൊരു മനുഷ്യനല്ല. He cannot tell lies. അവന് നുണ പറയുവാൻ കഴിയുകയില്ല. He cannot tell lies. അവന് നുണ പറയുവാൻ കഴിയുകയില്ല. He said, I will never leave you nor forsake you. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. He cannot tell lies. അവന് വ്യാജം പറയുവാൻ കഴിയുകയില്ല. Even though you have 1 million weaknesses, നിങ്ങൾക്ക് 1 കോടി വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിലും He will not leave you. അവൻ നിന്നെ വിടുകയില്ല. Instead, He will give you His power into your weakness. അതിനു പകരം നിന്റെ ബലഹീനതകളിലേക്ക് കർത്താവിന്റെ ശക്തി അവൻ പകർന്നു നൽകും. Hallelujah. Hallelujah. If you are a weak believer, നിങ്ങൾ ഒരു ബലഹീന വിശ്വാസിയാണെങ്കിൽ more power will be flowing into your life. കൂടുതൽ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകും. Say it again. നിങ്ങൾ ഒരു ബലഹീന വിശ്വാസിയാണെങ്കിൽ കൂടുതൽ ശക്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. Preach again. നിങ്ങൾ ഒരു ബലഹീന വിശ്വാസിയാണെങ്കിൽ കൂടുതൽ ശക്തി കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Preach again. നിങ്ങൾ ഒരു ബലഹീന വിശ്വാസിയാണെങ്കിൽ കൂടുതൽ ശക്തി കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. No. Some of them are very slow. Preach. നിങ്ങൾ ഒരു ബലഹീന വിശ്വാസിയാണെങ്കിൽ കൂടുതൽ ശക്തി കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. If anybody is saying, Lord, I am very weak, that means more power is coming to your life today. ഇന്ന് ആരെങ്കിലും പറയാൻ, കർത്താവേ ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുന്നു, എനിക്ക് വളരെ ബലഹീനതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് നിനക്ക് കൂടുതൽ ശക്തി, കൂടുതൽ ബലം കർത്താവ് ഇന്ന് നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. Our God is a strength giver. നമ്മുടെ കർത്താവ് ബലം പകരുന്ന കർത്താവാണ്. He not only holds the power for himself, he gives his power to the weak people. തന്റെ ശക്തിയെല്ലാം താൻ തനിക്ക് തന്നെ സ്വരുക്കൂട്ടി വെക്കുകയല്ല, തന്റെ ശക്തി ബലഹീനർക്ക് താൻ അയക്കുന്ന കർത്താവാണ്. Hallelujah. Hallelujah. Then Paul says, therefore, verse number 9, second part, therefore I will boast all the more gladly about my weaknesses, so that Christ's power may rest on me. ഇവിടെ പൗലോസ് 9-ാം വാക്യം തന്നെ അതിന്റെ അടുത്ത ഭാഗത്ത് വായിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പറ്റി പ്രശംസിക്കും. If you study the Greek text of the same verse, ഇതേ വാക്യത്തിന് തന്നെ ഗ്രീക്ക് പഠിച്ചു കഴിഞ്ഞാൽ the meaning is something like this. അർത്ഥം ഇതുപോലെയാണ്. Sit there. This is a weak believer. ഇത് ഒരു ബലഹീന വിശ്വാസിയാണ്. And the believer is praying, Lord, I am so weak, strengthen me. ഈ ബലഹീന വിശ്വാസി പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ. Greek Bible says, ഗ്രീക്ക് ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, the power of God will come കർത്താവിന്റെ ശക്തി വരും and cover you like a tent. നിന്നെ ഒരു കൂടാരം വന്ന് മറക്കുന്നത് പോലെ നിന്റെ ബലഹീനതകളുടെ മേൽ ആ കൂടാരം വരും. Just like a tabernacle, the power of God will come and cover you. ഒരു സമാഗമന കൂടാരം പോലെ നിന്റെ മേൽ വന്ന് കർത്താവിന്റെ ബലം കവർ ചെയ്യും. That is the meaning. അതാണ് അതിന്റെ അർത്ഥം.
Hallelujah. ഹല്ലേലൂയ. So if you say, Lord, I am very weak, ഇപ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ ഞാൻ വളരെ ബലഹീനനായിരിക്കുന്നു. that means you are qualified to receive the power tend on you. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ മേലേക്ക് ആ ശക്തിയുടെ കൂടാരത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യരായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The power of the Almighty will overshadow you. അത്യുന്നതന്റെ ശക്തി നമ്മളുടെ മേൽ നിഴലിടും. And you will be protected under that mighty power cover. ആ അതിശക്തമായ ആ ദൈവത്തിന്റെ ശക്തിയുടെ കൂടാരത്തിന്റെ കീഴിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Verse number 10. 10ാമത്തെ വചനം. That's why, അതുകൊണ്ട് for Christ's sake, I delight in weaknesses, in insults, in hardships, in persecutions, in difficulties. For when I am weak, then I am strong. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയുള്ള ബലഹീനതകൾ, പരിഹാസങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വൈഷമ്യങ്ങൾ എന്നിവയിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. Read it again. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയുള്ള ബലഹീനതകൾ, ക്രിസ്തുവിന് വേണ്ടിയുള്ള ബലഹീനതകൾ, പരിഹാസങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വൈഷമ്യങ്ങൾ എന്നിവയിൽ ഞാൻ ആനന്ദിക്കുന്നത്. എന്നിവയിലെല്ലാം ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ when I am weak then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു. ഒന്നുകൂടെ പറ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോ. One more time. Hallelujah. This is a kingdom principle. ഇത് ഒരു ദൈവരാജ്യത്തിന്റെ തത്വമാണ്. Whoever are very weak in the kingdom are very strong in the kingdom of God. ദൈവരാജ്യത്തിൽ നിങ്ങൾ ബലഹീനരായിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവരാജ്യത്തിൽ ഏറ്റവും ശക്തിമാന്മാർ കൂടെയാണ്. Hallelujah. Hallelujah. Praise God. If you are weak, നിങ്ങൾ ബലഹീനരെങ്കിൽ the power of God will be more available to you. കൂടുതൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ബലഹീനതയിലേക്ക് കർത്താവ് നൽകും. If you say you are a weak person, നിങ്ങൾ പറയാണ് ഞാനൊരു ബലഹീനനെന്ന്, I will prophesy. ഞാൻ പ്രവചിക്കുന്നു. I am going to prophesy on you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. The Lord is going to use you more than anyone else. മറ്റാരേക്കാൾ ഉപരിയായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Because God can strengthen only a weak person. കർത്താവിന് ഒരു ബലഹീനനായ വ്യക്തിയെ മാത്രമേ ശക്തീകരിക്കാൻ കഴിയൂ. Hallelujah. Hallelujah. When God chose people to serve him, കർത്താവ് തന്നെ സേവിക്കുവാനായി ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ all of them had some problem or other. ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ ഉള്ളവരായിരുന്നു അവരെല്ലാവരും. Abraham had some deficiencies. അബ്രഹാമിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Moses had stammering tongue. മോശയ്ക്ക് വിക്കുള്ള അധരമായിരുന്നു. So every one of them, they had some problem or other. എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരായിരുന്നു. Hallelujah. Hallelujah. Now let us read 1 John chapter 2. നമുക്ക് ഒരുമിച്ച് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ അധ്യായം. 1 John chapter 2 verse number 12. 1 യോഹന്നാൻ 2-ാം അധ്യായം 12-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. 12, 13, 14 and 20. 12, 13, 14, 15 വാക്യങ്ങൾ. I am writing to you, dear children, because your sins have been forgiven on account of his name. കുഞ്ഞുങ്ങളെ, അവിടുത്തെ നാമം മൂലം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. Verse number 13. Are you listening to this? I am writing to you, fathers, because you know him who is from the beginning. I am writing to you, young men, because you have overcome the evil one. പിതാക്കന്മാരെ, ആദിമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. Okay. യുവാക്കളെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചടക്കിയിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. I write to you, dear children, because you know the Father. I write to you, fathers, because you know him who is from the beginning. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു.
പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. I write to you, young men, because you are strong, and the word of God lives in you, and you have overcome the evil one. യുവാക്കളെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങളിൽ ദൈവവചനം വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. Verse number 20, but you have an anointing from the Holy One, and all of you know the truth. 20-ാമത്തെ വചനം, എന്നാൽ പരിശുദ്ധനിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാം അറിയുന്നു. Somebody say hallelujah. ഒരു വലിയ ഹല്ലേലൂയ. There are some principles here. ഇവിടെ ചില തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. There are some strength principles here. ഇവിടെ ചില ശക്തിയുടെ തത്വങ്ങൾ ഇവിടെ ഉണ്ട്. I'm going to give you each principle one by one. ഓരോന്നുമായി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Strength principles. ശക്തിയുടെ ചില തത്വങ്ങൾ. How many of you want to receive strength? എത്ര പേർക്ക് ശക്തി വേണം? Hallelujah. ആമേൻ. Maybe physical strength, ശാരീരികമായ ബലമാകാം, emotional strength, മാനസിക ബലമാകാം, or spiritual strength, ആത്മിക ബലമാകാം, strength to finish some work. ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുള്ള ബലമാകാം. Any strength എന്ത് തരത്തിലുള്ള is ബലമായാലും available with God. ഇന്ന് ദൈവത്തിൽ നിന്ന് അത് ലഭ്യമാണ്. Hallelujah. ഹല്ലേലൂയ. But there are some principles. എന്നാൽ ചില തത്വങ്ങൾ അവിടെയുണ്ട്. If you want to become strong in life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബലമുള്ളവരായി തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ principle number 1, ഒന്നാമത്തെ തത്വം, strength comes when you know that your sins are forgiven. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ശക്തി വരുന്നു. Verse number 12 tells us that. 12-ാമത്തെ വചനം അതാണ് പറയുന്നത്. Read it again. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. Hallelujah. ഹല്ലേലൂയ. Many children of God, they believe that, yeah, God is a forgiving God. പല ദൈവമക്കളും ഇങ്ങനെ വിശ്വസിക്കുന്നു, കർത്താവ് ക്ഷമിക്കുന്ന കർത്താവാണ്. Of course, God has forgiven a lot of sins. കർത്താവ് കുറെ പാപങ്ങളൊക്കെ തീർച്ചയായിട്ടും ക്ഷമിച്ചിട്ടുണ്ട്. But I think maybe 20% of my sins are not forgiven. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒരു 20% എന്റെ പാപങ്ങൾ മിക്കവാറും ക്ഷമിച്ചിട്ടില്ല. 80 is forgiven. 80% കർത്താവ് ക്ഷമിച്ചു. But that 20, പക്ഷെ ആ 20% even God cannot forgive. കർത്താവിന് പോലും അത് ക്ഷമിക്കാൻ പറ്റില്ല. That's why they are not strong spiritually. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ആത്മീകമായി ബലപ്പെട്ടിരിക്കാത്തത്. Hallelujah. ഹല്ലേലൂയ. But John the Apostle says, യോഹന്നാൻ ഇവിടെ പറയുന്നു, all your sins are forgiven. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. I know you struggle to believe that. എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. But the truth is that സത്യം ഇതാണ്, when Jesus died on the cross, കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ he did not carry 50% of the sins of the world. ഈ ലോകത്തിന്റെ 50% പാപങ്ങളല്ല അവൻ വഹിച്ചത്. He carried all the sins of the world. ലോകത്തിന്റെ സർവ്വ പാപങ്ങളും അവൻ ക്രൂശിൽ ചുമന്നു. That includes your sins. അതിൽ നിന്റെ സകല പാപങ്ങളും അടങ്ങിയിട്ടുണ്ട്. When you believe Jesus, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ all your sins are completely forgiven. നിങ്ങളുടെ സകല പാപങ്ങളും പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Some people, they believe that, okay, all sins are, but except one sin he cannot forgive. ചില ആൾക്കാർ ചിന്തിക്കുന്നു, എല്ലാ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കും, പക്ഷെ ഒരു പാപം കർത്താവ് ക്ഷമിക്കില്ല. Because that is a big sin. കാരണം അത് ഭയങ്കര ഒരു Even മഹാപാപമായിരുന്നു. Jesus cannot forgive that. യേശുവിന് പോലും അത് ക്ഷമിച്ചു തരാൻ That's പറ്റില്ല. why you are weak. അത് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ക്ഷീണിതനായിരിക്കുന്നത്. But John the Apostle says, ഇവിടെ യോഹന്നാൻ പറയുന്നു, children, all your sins are forgiven. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. ചില ആളുകൾ പണ്ട് ചെയ്ത പാപത്തിന് ഇന്നും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. ഏത്തമിടുന്നു, പല പ്രായശ്ചിത്തം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്കാർക്കും പാപത്തിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു കഴിഞ്ഞു. അതോടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മുഴുവനായും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ഛേദം, നിനക്ക് നഷ്ടം.
Hallelujah. Hallelujah. ഹല്ലേലൂയ. So strength comes to you when you know that all your sins are forgiven completely. നിങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവ് പൂർണ്ണമായി ക്ഷമിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ബലം നിങ്ങളുടെ അകത്തേക്ക് വരുന്നത്. എത്ര പേർ ആമേൻ പറയും? നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു കേൾക്കാനും, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടിപൊളി സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് യൂത്ത്സിനെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിച്ച് അകത്ത് വിശ്വസിക്കുക, യേശു എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ്. നല്ല ദൈവമേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കണ്ണുകളിൽ അലർജിയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ കണ്ണുകളിൽ ചില പരിക്കൾ പോലെയോ കുരുക്കൾ പോലെയോ ചുവന്ന നിറത്തിലൊക്കെ വന്ന് കണ്ണ് തുറക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ അലർജികൾ സൗഖ്യമാകട്ടെ. ഏതോ ചില വ്യക്തികൾ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് വിഷൻ കുറഞ്ഞ് റെഡ്യൂസ് ചെയ്തു വരും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗം മൂലം വളരെ ബുദ്ധിമുട്ടുന്ന, യാത്ര ചെയ്യുവാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന, ഒത്തിരി ബ്ലഡൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് സുകുമാരൻ എന്ന് പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയിലെ ആ രോഗം, പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഒരു കാലിൽ മന്ത് വരുന്നത് പോലെ നീര് വന്ന് അതിഭയങ്കരമായി വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള അസ്ഥിയിൽ ഒരു പൊട്ടലുണ്ടായി ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മക്കളില്ലാത്തവരെ കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഒരു കാത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തൊരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവ് ദൈവിക വിടുതലുകൾ എല്ലാ വ്യക്തികളിലേക്കും ഇപ്പോൾ കർത്താവ് ഇറങ്ങിച്ചെല്ലുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും കൈകൾ നീട്ടിപ്പിടിച്ച് ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവ് നിഷ്കളങ്കതയോടെ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഈ നിമിഷം തന്നെ വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു. പ്രത്യേകിച്ച് ത്വക്കിനെ, സ്കിന്നിനെ ബാധിക്കുന്ന ചില രോഗങ്ങളും അലർജികളും, അതുപോലെ സ്കിന്നിൻ്റെ സ്വാഭാവികമായി നിറം മാറി വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ലോർഡ്. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സന്ദേശം നാളെ തുടരുന്നതാണ്. അതുകൊണ്ട് സെർമൺ നോട്ട് കീപ്പർ, പ്രസംഗക്കുറിപ്പുകൾ എഴുതിയെടുക്കുന്ന പുസ്തകം ഉള്ളവരെല്ലാം അത് കൃത്യമായി കുറിച്ചെടുക്കുക. ഇല്ലാത്തവർ ആ പുസ്തകം സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് ആവശ്യപ്പെടുക. അത് കൂടാതെ ഈ വെള്ളിയാഴ്ച ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം കോഴഞ്ചേരിയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു.
2ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.